ഇന്നത്തെ ടീച്ചിങ് അറിയപ്പെടുന്നത് സെർമൺ ഓൺ ദ മൗണ്ട് എന്നാണ്, മലയിലെ പ്രസംഗം. യേശു മലമുകളിൽ വെച്ച് പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്ത് ആദ്യമായിട്ടൊന്നുമല്ലല്ലോ. ഇതിനു മുമ്പും ഇതിന് ശേഷവും ഒത്തിരി പ്രാവശ്യം യേശു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ പ്രസംഗം മാത്രം മലയിലെ പ്രസംഗമെന്ന് എല്ലാ കാലത്തും അറിയപ്പെട്ടത് എന്തുകൊണ്ടായിരിക്കും? എനിക്ക് തോന്നുന്നു ഒരു ജിയോഗ്രഫിക്കലി യേശു മലമുകളിൽ നിന്ന് പ്രസംഗിച്ചതുകൊണ്ട് മാത്രമല്ല, ഈ ടീച്ചിങ്ങിന് കുറച്ചും കൂടി ഉയരങ്ങളിലേക്കുള്ള സ്ഥാനമുണ്ട്. താഴേക്കിടയിൽ നിന്ന് ചിന്തിച്ചാൽ ഇത് മനസ്സിലാകില്ല. കുറച്ചും കൂടി മനസ്സും ഹൃദയവും ഉയരങ്ങളിലേക്ക് ഉയർത്തി ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അപ്പോഴേ അത് ബുദ്ധിക്ക് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഈ ടീച്ചിങ്ങിനെ സെർമൺ ഓൺ ദ മൗണ്ട്, മലയിലെ പ്രസംഗം എന്നറിയപ്പെട്ടത്. കാരണം ഈ പറയുന്ന കാര്യങ്ങളൊന്നും അങ്ങനെ ബുദ്ധിക്ക് താഴേക്കിടയിൽ നിന്ന് മനസ്സിലാകില്ല. നിങ്ങൾ ആത്മാവിൽ ദരിദ്രരാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗരാജ്യം കിട്ടുമെന്നും, വിലപിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആശ്വസിക്കപ്പെടുമെന്നും, ശാന്തശീലരാണെങ്കിൽ നിങ്ങൾ ഭൂമി അവകാശമാക്കുമെന്നും, നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സംതൃപ്തരാക്കപ്പെടുമെന്നും, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക് ലോജിക്കില്ലല്ലോ. പക്ഷേ ലോജിക്കല്ലാത്ത ചില കാര്യങ്ങൾക്കിടയിലും ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ച ചില കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്നൊരു സൂചനയാണ് ഇത് ഗോസ്പൽ നൽകുന്നത്. POC ബൈബിളിൽ ഈ ഗോസ്പൽ പാസേജിന് ഹെഡിങ് സുവിശേഷ ഭാഗ്യങ്ങളാണ്. ഭാഗ്യങ്ങളൊക്കെ അത്ര എളുപ്പത്തിൽ കിട്ടത്തൊന്നുമില്ല. അതെല്ലാവർക്കും പറഞ്ഞിട്ടില്ല. കാത്തിരുന്ന് കൊതിച്ച് ഇഷ്ടപ്പെട്ട് 1000-ലൊരുവൻ വിശ്വസിച്ചെടുക്കുമ്പോൾ അവന് കിട്ടുന്നതാണ് ഭാഗ്യം. അങ്ങനെയാണെങ്കിൽ ഈ ഭാഗ്യം സുവിശേഷത്തിൻ്റെ ഭാഗ്യമാണ്. ഈ ഭൂമിയിൽ ഒത്തിരി പേര് വിലപിക്കുന്നുണ്ടല്ലോ, ഒത്തിരി പേര് വേദനിക്കുന്നുണ്ടല്ലോ, ഒത്തിരി പേര് നീതിക്ക് വേണ്ടി വിശക്കുന്നുണ്ടല്ലോ. എന്നിട്ട് കിട്ടുന്ന ആർക്കാണ്? ഇതിലൊക്കെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നവന്, കാത്തിരിക്കുന്നവന് തീർച്ചയായിട്ടും ഇതെല്ലാം ഭാഗ്യമായി തീരും, ഇതെല്ലാം അനുഗ്രഹമായി തീരും. അവൻ പോലും പ്രതീക്ഷിക്കാത്ത, ഒട്ടും ലോജിക്കലി കണക്റ്റഡ് ആകാത്ത ചില കാര്യങ്ങളൊക്കെ അവന് ലഭിക്കും. അതാണ് ഉന്നതങ്ങളിലൊരു ചിന്ത. ഇങ്ങനെ നമ്മൾ കടന്നു പോകാൻ സാധ്യതയുള്ള ജീവിതത്തിൻ്റെ ഏതൊരു അവസ്ഥയെയും ഈ സുവിശേഷ ഭാഗം ഓർമ്മിപ്പിക്കുന്നുണ്ട്. മനുഷ്യന് സ്വാഭാവികമായി കടന്നു പോകുന്ന ഏതൊരു സാഹചര്യത്തിനിടയിലും ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടെങ്കിൽ അതെല്ലാം ഭാഗ്യമായി മാറും. അവൻ പോലും പ്രതീക്ഷിക്കാത്ത വലിയൊരു അനുഗ്രഹം അവൻ വന്നു ചേരും. ആ റിവാർഡിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് ഇന്നത്തെ സുവിശേഷം ഓർമ്മിപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന സാഹചര്യങ്ങൾക്കിടയിലും കാത്തിരിക്കാൻ മനസ്സ് കാണിക്കുന്നുണ്ടെങ്കിൽ, ആ കാത്തിരിപ്പിനൊടുവിൽ ദൈവത്തെ ചേർത്ത് പിടിക്കാൻ മനസ്സ് കാണിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നതും ഒരു സൗഭാഗ്യമാണ്, സുവിശേഷത്തിൻ്റെ സൗഭാഗ്യം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന